മഹിയേട്ടന്റെ ഉയർച്ചയ്ക്കും മാളുവിന്റെ സന്തോഷത്തിനും വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കണം. അത് മാത്രം എന്റെ ലക്ഷ്യം. പിന്നെ അത് തന്റെ ലക്ഷ്യവും ആഗ്രഹവും സന്തോഷമല്ലേ? അതുപോലെ ഗംഗയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ എനിക്കും മോഹം ഉണ്ടാവില്ലേ? ഇതങ്ങനെ കരുതിയാൽ മതി. മഹിയേട്ടന്റെ ഇഷ്ടവും സന്തോഷവും എന്റെ മനസ്സ് നിറയ്ക്കുന്നത്. അതിന് ഈ താലി തന്നെ ധാരാളം. അതിനപ്പുറം മഹിയേട്ടൻ സന്തോഷത്തോടെ തരുന്നതെല്ലാം എനിക്കിഷ്ടം തന്നെയാണ് മഹിയേട്ട. നീ വന്നോ? ബാമുഖി വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഗംഗ ഇപ്പൊ വരും, അവള് ഭക്ഷണം എടുത്തു തരും. എനിക്കെന്താ ബുദ്ധിമുട്ട്? നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ? വന്നിരിക്കേ. പണ്ടൊക്കെ ഞാൻ തന്നാ മാത്രമേ നീ ഭക്ഷണം കഴിക്കുള്ളായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ മോനെ? കുഞ്ഞിലെ ഒരിക്കൽ നിനക്ക് ഭക്ഷണം തരാതെ ഞാൻ കഴിച്ചു. അന്നെന്തോ വല്ലാതെ വിശപ്പ് തോന്നി കാരണം ഞാൻ കഴിച്ചത്. നീ ഓർക്കുമായിരുന്നു. നീ ഉണർന്നു വന്നപ്പോ ഞാൻ ഭക്ഷണം കഴിക്കുക. അതിന് നീ ഒരുപാട് കരഞ്ഞു. അമ്മയുടെ ആദ്യത്തെ ഉരുള എനിക്ക് അവകാശപ്പെട്ടതാണെന്നും അതെന്നും നിനക്ക് തന്നെ തരണമെന്നും എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അതൊക്കെ ചെറുപ്പത്തിലെ ഓരോ വാശികളല്ലേ? ആ വാശികളൊക്കെ നിനക്ക് എന്നോടുള്ള സ്നേഹമായിരുന്നു മോനെ. ഇത് മുഴുവനും കഴിക്കണം. നിനക്ക് ഇഷ്ടമായതുകൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കിയതാ ഇതൊക്കെ. അമ്മയും കഴിക്കും. എനിക്കിപ്പോ വേണ്ട. നീ കഴിക്കുന്ന കാണുന്ന എന്റെ സന്തോഷം. രാഹുൽ, നീ ഇരിക്കാൻ വരട്ടെ. എന്താ അമ്മേ? നീ മിണ്ടരുത്. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ. എന്നിട്ട് നാണമുണ്ടോ വന്നിരുന്ന് കഴിക്കാൻ? ഞാൻ വേണ്ടമ്മേ, ഒന്നും പറയണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അല്ല മഹി, ഇവന്റെ ഉത്തരവാദിത്വവും ഇല്ലായ്മയും കാരണമല്ലേ ജ്വല്ലറിയിൽ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തലകുറിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? എന്താ രാഹുൽ നീ ഒന്നും മിണ്ടാത്തത്? പറ്റിയ തെറ്റിന് ഏട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറയേ. മഹേട്ടാ,
വേണ്ട, എന്നോട് ആരും മാപ്പ് പറയണ്ട. ഒരു മാപ്പ് പറച്ചിൽ അവസാനിക്കുന്ന ഒന്നുമല്ല സംഭവിച്ചു ഒന്നും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ നോക്കാനാ എന്റെ തീരുമാനം. ഞാൻ സ്റ്റേഷനിലേക്ക് പോവാം. തെറ്റ് ചെയ്ത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. അതിൽ യാതൊരു വ്യത്യാസവും കാണില്ല. മോനെ മഹി, വേണ്ടമ്മേ, ഈ കാര്യത്തില് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കൂടെ നിന്ന് ചതിച്ചത് നീയാണെങ്കിൽ എങ്ങ വാ, പോലീസ് സ്റ്റേഷൻ വരെ പോവാം. ശരി മഹിയേട്ടാ. ശ്ശോ, ഇനി നമ്മൾ എന്ത് ചെയ്യും രാഹുൽ? അമ്മ പേടിക്കണ്ട, എനിക്കൊരു പ്രശ്നവും വരില്ല. എങ്ങനെ? ആ ഗംഗയും കൂടെ പോയിട്ടുണ്ട്. അവൾ എവിടെന്നെങ്കിലും തെളിവുകൾ സംഘടിപ്പിക്കും. അതൊന്നും ഈ കാര്യത്തിൽ നടക്കില്ല. എന്നെ സഹായിക്കാന്ന് SI വാക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ വല്ലാതെ ടെൻഷൻ തോന്നുന്നുണ്ട്. അതൊന്നും വേണ്ട, അമ്മ സമാധാനമായിരിക്കെ. എന്നെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. പറയൂ സാർ. കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണ് രാഹുൽ. എന്താ സാർ, എന്താ കാര്യം? മാഹി ഈ കേസിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. തനിക്കറിയാലോ, ഹയർ ഒഫീഷ്യൽസ് ഒരുപാട് പേരുമായി മാഹിക്ക് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്രൻ കോടതിയിലെത്തിയാൽ പ്രശ്നമാണ്. പിന്നെ എന്താ സാർ ഒരു വഴി? ഭദ്രൻ ഒരു കാരണവശാലും കോടതിയിലെത്താൻ പാടില്ല. എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനെന്നെ സഹായിക്കാൻ സാറിനെ പറ്റൂ. ഇതിപ്പോ രാഹുലിനെക്കാളും എന്റെ ആവശ്യമായിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഭദ്രനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അയാളെ രക്ഷിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. രാഹുൽ, ആ സമയത്ത് ഭദ്രനെ രക്ഷിക്കണം. ശരി സാർ. സാർ ഒപ്പമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യാം. കൂടെ നിന്നല്ലേ പറ്റൂ. ആവശ്യം ഇപ്പൊ എന്റേതൂടെ അല്ലേ? സാറ് ടെൻഷൻ ആവാതെ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അറിയാലോ, മാഹിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിസ്സാര തുകയല്ല രാഹുൽ, കോടികളാ. അയാൾ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ വേണം. ഒരു പൊടിക്ക് പോലും പാളിച്ച ഉണ്ടാവരുത്. അത് ഞാൻ ഏറ്റു. സാറ് കൂടെയുള്ള പോലീസുകാരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് ഞാൻ നോക്കിക്കോളാം. കൃത്യസമയത്ത് തന്നെ അവിടെ ഉണ്ടാവണം. അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ സാർ. എങ്കില് ഇനി കൂടുതൽ ഫോണിൽ സംസാരിക്കണ്ട. അത്യാവശ്യ കോളുകൾ മാത്രം മതി. അതെ, വഴിയെ വിവരങ്ങൾ ഞാൻ അറിയിക്കാം. പിന്നെ എല്ലാം കഴിയുമ്പോ എന്റെ കാര്യം മറക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞതല്ല സാറേ. അപ്പൊ ശരി, ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. ശരി സാർ. ഹലോ, റെഡിയായിരുന്നു? ചേച്ചി, ഗംഗേ, നിങ്ങൾ ഇറങ്ങാണോ?
അതെ, കോടതിയിൽ അയാൾ സത്യം പറയുമെന്ന് അറിയണ്ടേ? അതിന് സാധ്യത കുറവാ. അതന്നെയാ ഞാനും ചിന്തിക്കുന്നത്. അവര് എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയായിരിക്കും രാഹുലേട്ടൻ ധൃതി വെച്ച് നേരത്തെ ഇറങ്ങിയത്. എന്തായാലും അവരുടെ മേലെ നമ്മുടെ ഒരു കണ്ണ് വേണം. നമുക്ക് നോക്കാം. പോവാൻ ഗംഗേ. അജി, നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ അത്ര ഹലോ സർ, ഞങ്ങൾ ഇവിടുന്ന് ഭദ്രനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, റോഡിൽ തന്നെയുണ്ട്. നിങ്ങൾ എത്തിയാലുടനെ ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ഓക്കെ, എല്ലാം സൂക്ഷിച്ച് ചെയ്തോളാം. ശരി, ഓക്കെ. അവരിറങ്ങി. ഭദ്രൻ കോടതിയിലെത്തുമ്പോൾ എന്തു പറയുമെന്നറിയില്ല. അവന്റെ പിന്നിൽ ആരോ ഉണ്ട്, അതുറപ്പാ. അയാൾ എന്ത് പറഞ്ഞാലും സ്വർണത്തോടു കൂടിയല്ലേ അയാൾ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളത് ഉറപ്പാ. ആദ്യം അത് കിട്ടണം. എങ്കിലും ഇതിന് കൂട്ടുനിന്നവൻ ആരായാലും അവന് ശിക്ഷ കിട്ടണം ഗംഗേ. നമ്മളെ ചതിക്കാൻ കൂട്ടുനിന്നവരാരായാലും അവർക്ക് ശിക്ഷ ശ്രീമഹേശ്വരൻ കൊടുക്കും മഹേട്ട. അതെനിക്ക് ഉറപ്പാ. എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് ഗംഗേ. അത് സത്യമാണോ അല്ലയോ എന്ന് ഉറപ്പായിട്ടും തെളിയും. തെറ്റ് ചെയ്തവരാരും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മനസ്സിലായോ? അവർ വരുന്നുണ്ട്, നിങ്ങൾ വണ്ടി കയറും. സാറേ, പാൻ്റെ പോക്കറ്റില്ല. അവൻ ഭദ്രനെ കൊണ്ടുവന്നു. രാഹുലല്ലേ അത്?
സർ, അയ്യോ മഹി, ഭദ്രനെ ഏതോ ഗുണ്ടകൾ വന്ന് രക്ഷിച്ചോണ്ട് പോയി. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സാർ ജീപ്പ് എടുത്ത് പിന്നാലെ വാ. എന്റെ കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു. എവിടെ നോക്കട്ടെ. അയ്യോ ഗംഗേ, ഗൗരി ചേച്ചി, എന്താ എന്തു പറ്റി? രാഹുലേട്ടൻ ഭദ്രനെ രക്ഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് പേടിക്കണ്ട, അവരെ ഞാൻ നോക്കിക്കോളാം. രാഹുൽ അവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഗംഗ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ശരി ചേച്ചി. ഞാൻ ശരിക്കും പെട്ടു എന്നാ കരുതിയത്. സാറ് കയറി വന്ന് രക്ഷിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. വിശ്വസിച്ച് കൂടെ നിന്നവരെ ആവശ്യം കഴിഞ്ഞ് കൈവിടുന്ന ആളല്ല ഞാൻ. തന്നെ രക്ഷിക്കാതെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് താൻ കരുതിയോ? ഭദ്രൻ ഇനി നാട്ടിൽ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് രാജ്യം വിടണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ പാസ്പോർട്ടും ടിക്കറ്റും ആവശ്യത്തിന് പണവും ഉണ്ട്. വേഗം വയ്ക്കോ. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല സർ. എബ്രോഡ് എത്തിയാൽ ഉടനെ ഞാൻ സാറിനെ വിളിക്കാം. അയ്യോ അതൊന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം. ഇങ്ങോട്ട് വിളിക്കുകയേ വേണ്ട. ശരി സാർ. എന്താ കാണിക്കുന്നത്? എന്താണ് പറഞ്ഞു പിടിച്ചു ഭദ്രൻ നമ്മുടെ അവനെ എന്നെ പിടിക്കാതെ അവനെ പോയി പിടിക്കണം. നീ എന്തായി കാണിക്കുന്നേ? നീ എന്താ പിടിച്ച് തള്ളുന്നേ? നിനക്കറിയാൻ കൂടുതൽ കാശ് തന്നോ? അടിക്കരുത്. എന്തെങ്കിലും ഞാൻ രക്ഷപ്പെട്ട അന്ന് നിന്നെ ഞാൻ തീർക്കും. തുറക്കാൻ നീ ഇങ്ങനെ ചെയ്യല്ലേ? നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. തുറക്കാ. ഞാനിതോടെ ഞാനെങ്ങനെ എത്തി? ഇതേതാ സ്ഥലം? നോക്കാം. ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല അവൻ എന്നോട് ഈ ചതി ചെയ്യുന്നു. വിശ്വസിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ എന്നെ നന്നായിട്ട് വഞ്ചിച്ചു. അങ്ങനൊന്നും ആവില്ല മോനെ.
രാഹുൽ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, ഇന്ന് അവൻ ചെയ്തത് നേരിൽ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും അതൊന്നും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് അത് കണ്ടതാ. മോനെ, നീ ഒന്ന് സമാധാനിക്കേ. രാഹുൽ ഒന്ന് വരട്ടെ, നമുക്ക് അവനോട് നേരിട്ട് കാര്യം തിരക്കാമല്ലോ. ഇനി എന്താ തിരക്കേണ്ടത്? മഹേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ രാഹുലിനെ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. രാഹുൽ മഹേടിനെ ചതിക്കില്ല. എന്താ കാര്യം അറിയുന്നവരെ മഹേടിനൊന്ന് ക്ഷമിക്ക. അതെ, നിന്റെ അനുജനല്ലേ മഹിയവൻ. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് മഹിയോട് ചെയ്യും? അതെ, അതാ ഞാനും ചോദിക്കുന്നത്. രാഹുലിനെയോ രേഷ്മയോ വേറെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ രാഹുലിന് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഇതോടെ എനിക്ക് മനസ്സിലായി. എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ആ നന്ദി കെട്ടവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കാൻ കാര്യം. ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.